ഹായ് കൂട്ടുകാരെ, എൻ്റെ കയ്യിലുള്ളത് എന്താണെന്നറിയോ? നല്ലൊരു വലിയ പച്ച മാമ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇത് അടുത്ത് താത്ത തന്നതാണ് കേട്ടോ. ഇതുകൊണ്ട് ഒരു സൂത്രപ്പണി ഉണ്ട് കേട്ടോ. ഞാൻ എന്താ ചെയ്യുന്നത് നോക്കൂ. ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി കഴുകി വൃത്തിയാക്കി ഒരു കഷ്ണം ഇതിൽ നിന്ന് മുറിച്ചെടുത്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നല്ലൊരു മൺചട്ടിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഇപ്പം തീയൊക്കെ കൂട്ടി വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില കുട്ടന്മാരൊക്കെ നല്ല അടിപൊളിയായിട്ട് കണ്ടോ. നമ്മുടെ മാങ്ങ കഷ്ണങ്ങളൊക്കെ അടിപൊളിയായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെറുതെ കഴിക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാനൊരു കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട്. എന്താ നോക്കൂ, നന്നായി കഴുകി വൃത്തിയാക്കിയ മീനാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നമ്മളെ നാടൻ മത്തിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചാള എന്നൊക്കെ പറയൂലേ ചിലര്. അപ്പം എന്തായാലും ഞാൻ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. നന്നായി കഴുകി അതിൻ്റെ തല കുറച്ച് ഭാഗം കളഞ്ഞിട്ട് ബാക്കിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായി കഴുകി ക്ലീനാക്കിയ മത്തി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നാടൻ മത്തി മുളകിട്ടതാണ് ഇപ്പോൾ ചെയ്യുന്നത്. പക്ഷെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരും ഒന്ന് നമ്മുടെ പച്ചമാങ്ങ കൊണ്ട് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു കറി, ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി റെഡിയാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നന്നായി വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് തീ ഓഫ് ചെയ്യാം കേട്ടോ. നല്ല നാടൻ മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ഓക്കേ.